അപ്പോൾ ഞാൻ ദൃശ്യം 3 2 തവണ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3യിൽ നിങ്ങൾക്ക് മിസ്സാവാൻ ചാൻസുള്ള ചില സീക്രറ്റ്സും അത് ഡീകോഡ് ചെയ്തെടുക്കാൻ നോക്കുന്നത് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കാരണം ഈ സിനിമയിലെ എല്ലാ സ്പോയിലേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സിനിമയുടെ തുടക്കം ദൃശ്യം 1ഉം 2ഉം ഭാഗങ്ങളുടെ ഒരു ക്വിക്ക് റീക്യാപ്പാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ജോർജ് കുട്ടി സ്വന്തമായി നിർമ്മിച്ച ദൃശ്യം എന്ന സിനിമയുടെ തിയേറ്റർ റിലീസാണ്. ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ ജോർജ് കുട്ടിയെ വേഷമിട്ടിരിക്കുന്നത് താരം ബിജു മേനോനാണ്. തിയേറ്ററിൽ നിന്നും പടം കഴിഞ്ഞ് ഇറങ്ങുന്ന ജോർജ് കുട്ടിയെ ന്യൂസ് മലയാളം 24 ചാനലിനെ യാമിനി എന്ന ലേഡി റിപ്പോർട്ടർ ഇൻ്റർവ്യൂവിനായി വിളിക്കുന്നു. ഈ സിനിമയും ജോർജ് കുട്ടിയുടെ സ്വന്തം ജീവിതത്തിലെ കേസും തമ്മിലുള്ള സാമ്യതകളെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ജോർജ് കുട്ടി വളരെ തന്ത്രപൂർവ്വം വസ്തുതകളെ വളച്ചൊടിച്ച് മറുപടി നൽകുന്നു. പോലീസുകാർ തൻ്റെ നിരപരാധിയായ കുടുംബത്തെ എങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് കാണിക്കുന്ന ഒരു സിനിമ ചെയ്യാനാണ് താൻ ആദ്യം ആഗ്രഹിച്ചതെന്നും, എന്നാൽ അതൊരു ക്ലീഷേ ടോപ്പിക് ആയതുകൊണ്ട് കഥയ്ക്കൊരു ഫ്രഷ്നെസ് വരാൻ വേണ്ടിയാണ് തിരക്കഥാകൃത്ത് വിനയചന്ദ്രനുമായി ചർച്ച ചെയ്ത് ഈ മർഡർ കേസ് എലമെൻ്റ് കൂടി ചേർത്തതെന്നും ജോർജ് കുട്ടി പറഞ്ഞ് തടിയൂരുന്നു. ഈ സമയം വിദേശത്തിരുന്ന് ഈ ദൃശ്യം സിനിമയുടെ വിജയവാർത്തകൾ കാണുന്ന ഗീതാ പ്രഭാകറും ഭർത്താവും കടുത്ത നിരാശയിലാകുന്നു. ഗീതാ പ്രഭാകർ കടുത്ത ഡിപ്രഷനിലോട്ട് പോകുന്നു. തൻ്റെ മകനെ കൊന്നവർ ഇപ്പോഴും സമൂഹത്തിൽ വലിയ വിജയം ആഘോഷിച്ച് ജീവിക്കുന്നത് താങ്ങാനാവാതെ ആണ് ഗീതാ പ്രഭാകർ കടുത്ത ഡിപ്രഷനിലേക്ക് വീഴുന്നത്. നാട്ടിൽ ജോർജ് കുട്ടി സിനിമയുടെ റൈറ്റ്സ് വിൽക്കാനുള്ള താൽക്കാലിക തിരക്കുകളിലാണ്. OTT സാറ്റലൈറ്റ് റൈറ്റ്സും വിൽക്കാനുള്ള തിരക്കിലാണ്. ഇതിനിടയിൽ അഞ്ജു തൻ്റെ സൈക്യാട്രിസ്റ്റിനെ സന്ദർശിക്കുന്നു. അഞ്ജുവിൻ്റെ ഫിറ്റ്സ് ഇപ്പോൾ പൂർണ്ണമായും ഭേദമായി എന്ന് ഡോക്ടർ ഉറപ്പ് നൽകുന്നു. കാരണം ദൃശ്യം സിനിമ തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ അഞ്ജുവിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നും വിസിറ്റിനൊന്നും ആവശ്യമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ അഞ്ജുവിൻ്റെ ഫിറ്റ്സ് ഇപ്പോൾ പൂർണ്ണമായും ഭേദമായി എന്ന് ഡോക്ടർ ഉറപ്പ് നൽകുന്നു. എന്നാൽ യാമിനി അഞ്ജുവിനെ പിന്തുടർന്ന് ഈ സന്ദേശം കണ്ടെത്തുന്നു. തുടർന്ന് ജോർജ് കുട്ടിയും കുടുംബവും ബ്രോക്കർമാർ വഴി അഞ്ജുവിനെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഏതോ ഒരാൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് നിരന്തരം ഫോൺ കോളുകൾ ചെയ്യുകയും അഞ്ജുവിന് കടുത്ത മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വരുന്ന ആലോചനകളെല്ലാം മുടക്കുന്നു. ആലോചനകളെല്ലാം പരാജയപ്പെടുന്നതോടെ ജോർജ് കുട്ടി കടുത്ത മാനസിക വിഷമത്തിലും ചിന്തയിലുമാകുന്നു. ജോർജ് കുട്ടിയുടെ ഈ അസാന്നിധ്യം, അതായത് ഒരു ആബ്സെന്റ് മൈൻഡ് റാണിയും കുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ജോർജ് കുട്ടി വാകഴുകി തുപ്പി ഒഴിയുകയും പ്രത്യേകിച്ച് ഒരു തവണ മുറിയിൽ വരെ തുപ്പി ഒഴിയുകയും മറ്റേ ടവലെടുത്ത് തുറക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നൊരു ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നീട് അഞ്ജുവിൻ്റെ സൈക്യാട്രിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ജോർജ് കുട്ടി തങ്ങളുടെ ഫാമിലി അഡ്വക്കേറ്റായ റേണുകയെ, ശാന്തി മായാദേവി അവതരിപ്പിച്ച റേണുകയായിട്ട് ഒരു റിസോർട്ടിലൊരു ഡിന്നർ വെക്കുന്നു. കുട്ടികൾക്ക് കേസിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനായിരുന്നു ഇത്. ഈ കൂടിക്കാഴ്ചയിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിലും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ജീവിതം ആസ്വദിക്കാൻ റേണുക കുട്ടികളെ ഉപദേശിക്കുന്നു. കാരണം കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെങ്കിൽ പോലീസിന് ശക്തമായ പുതിയ തെളിവുകൾ ആവശ്യമായിരുന്നു. മറുഭാഗത്ത് യാമിനി പഴയ പോലീസുകാരൻ സാബുവിനെ ചെന്ന് കാണുന്നു. ദൃശ്യം 2ൽ ജോർജ് കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് അഞ്ജലി നായരുടെ ഭർത്താവായിട്ടൊക്കെ നിന്ന സാബു എന്ന പോലീസുകാരൻ. വരുണിൻ്റെ ചില അസ്ഥിഭാഗങ്ങൾ അന്ത്യക്രമങ്ങൾക്കായി പ്രഭാകറിൻ്റെ കുടുംബത്തിനോ ജോർജ് കുട്ടി കൈമാറിയിരുന്നു എന്ന രഹസ്യം സാബു അവളോട് പറയുന്നു. ഇതേസമയം അനു തങ്ങളുടെ സിനിമ യൂട്യൂബിൽ ലീക്കായ വിവരം അച്ഛനായ ജോർജ് കുട്ടിയെ അറിയിക്കുന്നു. യാമിനി മുൻ സാക്ഷികളെയും ജോർജ് കുട്ടിയുടെ പഴയ കൂട്ടാളികളെയും പിന്തുടർന്ന് ഫിലിപ്പ് മാത്യുവിനെ, അതായത് ഗണേഷ് കുമാറിൻ്റെ ഫിലിപ്പ് മാത്യു എന്ന കഥാപാത്രം, പോലീസ് കഥാപാത്രത്തെ ചെന്ന് കാണുന്നു. പ്രഭാകറിൻ്റെ കുടുംബത്തിന് എങ്ങനെയാണ് വരുണിൻ്റെ എല്ലുകൾ കിട്ടിയത് എന്ന ചോദ്യത്തിന് സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് പോലീസ് വരെ ജോർജ് കുട്ടി ഫാൻസാണ്, ലോകം ഇറ്റ്സ് എ സ്മോൾ വേൾഡ്, പീപ്പിൾ ടോക്ക് എന്ന ഡയലോഗൊക്കെ വരുന്നത്. ഇതിനിടയിൽ അനു, അതായത് എസ്തർ, തനിക്ക് സിംഗപ്പൂരിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പോകണമെന്ന് പ്ലാൻ വ്യക്തമാക്കുന്നു. മകളെ ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കാൻ ജോർജ് കുട്ടിക്ക് താല്പര്യമില്ല. അതേപോലെ തന്നെ മൂത്ത മകളായ അഞ്ജുവിനെ ഇന്ത്യക്ക് പുറത്തേക്ക് വിവാഹം കഴിച്ച് അയക്കാനും ജോർജ് കുട്ടിക്ക് താല്പര്യമില്ല. ദൃശ്യം സിനിമയുടെ, അതായത് സിനിമയ്ക്കുള്ളിലെ ദൃശ്യം സിനിമയുടെ പൈറസി റിലേറ്റഡ് ആയിട്ടുള്ള പരാതി നൽകാനായി DGPയെ കാണാൻ പോയ ജോർജ് കുട്ടി അവിടെ വെച്ച് ഒന്നാം ഭാഗത്തിലെ നമ്മുടെ സുരേഷ് ബാബു ഇർഷാദിൻ്റെ പോലീസ് കഥാപാത്രത്തെ വീണ്ടും കണ്ടുമുട്ടുന്നു. കേസിനോട് ഇപ്പോൾ പോലീസിന് പഴയ താല്പര്യം ഒന്നുമില്ലെന്നും ഒന്നാം ഭാഗത്തിലെ ദൃശ്യം 1ലെ സംഭവങ്ങളിൽ ജോർജ് കുട്ടിയോട് സാധാരണയുള്ള പോലീസുകാർ അന്നുണ്ടായിരുന്നുവെന്നും സുരേഷ് പറയുന്നു. കൂടാതെ ഇതൊരു സെൽഫ് ഡിഫെൻസ് കേസായിരുന്നിട്ടും എന്തുകൊണ്ട് തൻ്റെ അടുത്ത്, അതായത് സുരേഷിൻ്റെ അടുത്ത് വന്നില്ല എന്ന് സുരേഷ് ജോർജ് കുട്ടിയോട് ചോദിക്കുന്നു. പിന്നെ പുള്ളി തന്നെ പറയുന്നു, ഗീതാ പ്രഭാകർ അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് ജോർജ് കുട്ടി അവരെ ഭയന്നത് സ്വാഭാവികമാണെന്നും ഒരു അച്ഛൻ എന്ന നിലയിൽ ജോർജ് കുട്ടിയുടെ അവസ്ഥ തനിക്ക് മനസ്സിലാവുമെന്നും സുരേഷ് ബാബു പറയുന്നു. ഒപ്പം സുരേഷിൻ്റെ മകന് സിനിമയോട് താല്പര്യമുള്ളതിനാൽ ജോർജ് കുട്ടിയോട് ഒരു അവസരവും ചോദിക്കുന്നുണ്ട് മകന് വേണ്ടി. മക്കളെ വിദേശത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ ജോർജ് കുട്ടി തൻ്റെ പ്രതിഷേധം റാണിയോട് ഒരു രാത്രി പ്രകടിപ്പിക്കുന്നു. നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സീനാണ്. അപ്പോൾ കുട്ടികൾ തൻ്റെ കൺമുന്നിൽ തന്നെ വേണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്നും റാണിയോട് വ്യക്തമാക്കുന്നു. അന്ന് രാത്രി വാഴത്തോട്ടത്തിൽ ആരോ ടോർച്ച് അടിക്കുന്ന പോലെ ജോർജ് കുട്ടി കാണുന്നുണ്ടെങ്കിലും വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. അടുത്ത ദിവസം ദൃശ്യം 2ലെ മറ്റേ തടവുകാരനായ ജോർജ് കുട്ടി സ്റ്റേഷൻ വിട്ടിറങ്ങുന്നത് കണ്ട അയാൾ തൻ്റെ ഭാര്യയോടൊപ്പം വന്ന് ജോർജ് കുട്ടിയോട് കുറ്റസമ്മതം നടത്തുന്നു. അതായത് ഈ ജോർജ് കുട്ടീനെ കൊടുക്കാൻ വേണ്ടി പൈസ മേടിച്ച്, പോലീസിൻ്റെ പൈസ മേടിച്ചതിന് ശേഷം പുള്ളിക്കൊരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജോർജ് കുട്ടിയുടെ അടുത്ത് വന്ന് കുറ്റസമ്മതമൊക്കെ നടത്തുന്നു. ജോർജ് കുട്ടി അവനോട് കരുണ കാണിക്കുകയും തകർച്ചയിലായ അവൻ്റെ ബേക്കറി നന്നാക്കാൻ പണം നൽകി സഹായിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ലേഡി റിപ്പോർട്ടറായ യാമിനി ഈ കേസ് തെളിയിച്ച് ചാനൽ റേറ്റിംഗ് കൂട്ടാനുള്ള കടുത്ത ശ്രമത്തിലാവുന്നു.
ഇതിനിടയിൽ പത്രോസിന്റെ മകൾ ശ്രേയ തന്റെ വിവാഹ കാര്യം അറിയിക്കാൻ ജോർജ് കുട്ടിയുടെ വീട്ടിലെത്തുന്നു. ഇതറിഞ്ഞ യാമിനി ആ പെൺകുട്ടിയോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത് ദൃശ്യം 2-ൽ വരുണന്റെ അസ്ഥികൾ മാറി അടക്കം ചെയ്യാൻ സഹായിച്ച ശ്മശാന സൂക്ഷിപ്പുകാരൻ പത്രോസിനെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തുന്നു. അതായത് ഈ ശ്രേയയുടെ അച്ഛനാണ് ഈ പത്രോസ്. വീട്ടിൽ വെച്ച് അഞ്ജുവിനെ 2 മുഖംമൂടി ധരിച്ച ആളുകൾ വന്ന് ഉപദ്രവിക്കുന്ന ഒരു മോശമായ ഒരു ബാഡ് ഡ്രീം, ഒരു മോശമായ സ്വപ്നം കണ്ട് ജോർജ് കുട്ടി ഞെട്ടി എണീക്കുന്നു. മകളുടെ സുരക്ഷയെക്കുറിച്ച് അയാൾ അതീവ ആശങ്കാകുലനാകുന്നു. ബ്രോക്കർ മത്തായി ജോർജ് കുട്ടിയെ കണ്ട് ആലോചനകൾ മുടക്കാൻ വേണ്ടി ഫോൺ ചെയ്യുന്ന 2 നമ്പറുകൾ കൈമാറുന്നു. ഒരാണും പെണ്ണിൻ്റെ നമ്പറാണ്. ജോർജ് കുട്ടി സുരേഷ് ബാബുവിനോട് ഈ നമ്പറുകൾ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ ട്രേസ് ചെയ്യാനൊന്ന് സഹായം തേടുന്നു. ഇതേസമയം യാമിനി ബാബുവിൻ്റെ സഹായത്തോടെ നിയമതർക്കത്തിൽ കിടക്കുന്ന പൊന്തൻപുര റിസർവ് ഫോറസ്റ്റ് ഏരിയ കണ്ടെത്തുന്നു. സാബുവിൻ്റെ സഹായത്തോടെ ജോർജ് കുട്ടി അസ്ഥികൾ ഒളിപ്പിച്ചത് ഇവിടെ ആയിരിക്കാം എന്ന് അവൾ സംശയിക്കുന്നു. ജോർജ് കുട്ടി അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ദൃശ്യം 2-ൽ താൻ കാരണം ജോലി നഷ്ടപ്പെട്ട രാജനും, അതായത് ദിനേശ് പ്രഭാകറിൻ്റെ കഥാപാത്രം, പുള്ളിയുടെ കൂടെ മൊത്തം നിന്ന ഒരു ആളാണ് രാജൻ, സിനിമയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ രാജനും ഭാര്യ ശാന്തിയുമാണ് കല്യാണം മുടക്കുന്നത് എന്നാണ്. അതായത് മറ്റേ സാബു പോലീസ് ഓഫീസറും പുള്ളി ഈ നമ്പർ ട്രേസ് കണ്ടുപിടിച്ച് വരുമ്പോൾ ഈ രാജൻ്റെയും ശാന്തിൻ്റെയും നമ്പറാണെന്നത് മനസ്സിലാവുന്നത്. അപ്പോൾ രാജൻ്റെ മകളുടെ പഠിത്തം മുടങ്ങി അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ശബ്ദം നഷ്ടപ്പെട്ടുവെന്നും ചതിയുടെ വേദന ജോർജ് കുട്ടി അറിയണം എന്ന് രാജൻ്റെ ഭാര്യ ശാന്തി ജോർജ് കുട്ടിയെ ഓർമ്മിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് വിഷമിച്ചാണ് ജോർജ് കുട്ടി തിരിച്ചു പോകുന്നത്. അതായത് രാജൻ പറയുന്നു, സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല, ഇനി പൊക്കോന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് വിഷമത്തിലാണ് ജോർജ് കുട്ടി തിരിച്ചു പോകുന്നത്. സുരേഷ് ബാബു ജോർജ് കുട്ടിയെ ഓർമ്മിക്കുന്നു, എല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഓരോ നിമിത്തങ്ങളാണെന്ന്. അപ്പോൾ ആരോ തന്നെ നിരന്തരം പിന്തുടരുന്നതായി ജോർജ് കുട്ടിക്ക് തോന്നുന്നതായിട്ട് ഈ സുരേഷ് ബാബുവിനോട് പറയുന്നു. അപ്പോൾ കടുത്ത വിഷമത്തിലായ ജോർജ് കുട്ടിയെ റാണി ആശ്വസിപ്പിക്കുന്നു. രാത്രി തോട്ടത്തിൽ വീണ്ടും ടോർച്ച് വെളിച്ചം കണ്ടുവെന്നും ജീപ്പ് ഓടിച്ചു പോകുന്ന ശബ്ദം കേട്ടുവെന്നും റാണി പറയുന്നു. തോട്ടത്തിൽ പരിശോധന നടത്തിയ ജോർജ് കുട്ടി അവിടെ പുതുതായി വെട്ടിമൂടിയ ഒരു കുഴി കണ്ടെത്തുന്നു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇരുട്ടിൽ ഒരു നിഴൽ രൂപം സിഗരറ്റ് കൊളുത്തുന്നു. ആ സിഗരറ്റ് വെളിച്ചത്തിൽ തെളിയുന്നത് മറ്റാരുമല്ല, കടുത്ത പ്രതികാരവുമായി തിരിച്ചെത്തിയ സഹദേവന്റെ മുഖമാണ്. അതായത് നമ്മുടെ കലാഭവൻ ഷാജോൺ ദൃശ്യം 1-ൽ. അതായിരുന്നു സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്ക്. ഇന്റർവെല്ലിന് ശേഷം ജോർജ് കുട്ടി അഞ്ജുവിനെ NRI ചെറുക്കന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കാം എന്നും അനുവിനെ സിംഗപ്പൂരിലേക്ക് അയക്കാമെന്നും സമ്മതിക്കുന്നു. ഇത് കേട്ട് റാണി ഒരുപാട് സന്തോഷിക്കുന്നു. രാത്രിയിൽ ജോർജ് കുട്ടി തോട്ടത്തിലെ ആ കുഴി വീണ്ടും താഴ്ത്തി നോക്കിയപ്പോൾ അത് ശൂന്യമാണെന്ന് കാണുകയും മണ്ണിട്ട് വീണ്ടും മൂടുകയും ചെയ്യുന്നു. ഇതേസമയം യാമിനി പത്രോസിൻ്റെ മകളുടെ വീട് കണ്ടെത്തുന്നു. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. യാമിനി മറ്റാരുമല്ല, സഹദേവൻ്റെ മകളാണ്. അവളൊരു വ്യാജ കഥയുമായി അഞ്ജുവിൻ്റെ സൈക്യാട്രിസ്റ്റിനെ കണ്ട് സെക്ഷൽ അവേർഷനെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. സഹദേവൻ സാബുവിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഇതിനിടയിൽ അഞ്ജുവിന് അവീര എന്നൊരു NRI ചെറുക്കൻ്റെ ആലോചന വരുന്നു. അവൻ ചെറിയ കേൾവിക്കുറവുണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ബ്രോക്കർ മത്തായി ഇത് മറച്ചാക്കാൻ ശ്രമിച്ചെങ്കിലും അനു ഫോട്ടോ കണ്ട്, അതായത് അനിയത്തി ചെറിയ കുട്ടി അനു ഫോട്ടോ കണ്ട് ഇത് കണ്ടെത്തുന്നു. എന്നാൽ അഞ്ജുവിന് കുഴപ്പമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ജോർജ് കുട്ടി പറയുന്നു ഈ ആലോചനയായിട്ട്. ഇതേ സമയം ഡോക്ടർ രഞ്ജിനി, അതായത് നമ്മുടെ സൈക്യാട്രിസ്റ്റ്, ജോർജ് കുട്ടിയെ ഫോണിൽ വിളിച്ച് ആ പെൺകുട്ടി വന്ന്, അതായത് യാമിനി വന്ന വിവരം അറിയിക്കുന്നു. അതായത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വരവാണെന്ന് തന്നെയുള്ള രീതിയിലാണ് അറിയിക്കുന്നത്. സാബു സഹദേവന്റെ സന്ദർശന വിവരം IG തോമസ് ബാസ്റ്റിനെയും അറിയിക്കുന്നു. അവരുടെ പെണ്ണുകാണൽ ചടങ്ങിനുള്ള പലഹാരങ്ങൾ വാങ്ങാൻ ജോർജ് കുട്ടി ജോസിന്റെ ബേക്കറിയിൽ എത്തുകയും സഹദേവനെ കണ്ടെത്താൻ ജോസിന്റെ സഹായം തേടുകയും ചെയ്യുന്നു. അവരുടെ കുടുംബം അഞ്ജുവിന്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്നു. ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നതിനിടയിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റാണ് അവൻ കേൾവിക്കുറവ് സംഭവിച്ചതെന്ന് അവരുടെ അമ്മ വ്യക്തമാക്കുന്നു. അതേപോലെ ദുബായിൽ കുറച്ച് ബിസിനസ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുള്ളി അവരെ പിക്കപ്പ് ചെയ്ത് എടുത്തു എന്നുള്ളതൊക്കെ അവർ സംസാരിക്കുന്നു. സഹദേവനും മകളും പത്രോസിൻ്റെ വീട്ടിൽ സന്ദർശിച്ച് വെള്ളം ചോദിക്കുന്നു, അതായത് റേഡിയേറ്ററിൽ ഒഴിക്കാമെന്നുള്ള വ്യാജേന. പത്രോസിൻ്റെ മകൾ ശ്രേയയ്ക്ക് യാമിനെ സംശയം ഉണ്ടാകുന്നു. കാരണം ആഴ്ചകൾക്ക് മുന്നേ ബസ്സിൽ വെച്ച് മാത്രം കണ്ട തൻ്റെ പേര് യാമിനി കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടായിരുന്നു. വിവാഹവുമായി മുന്നോട്ട് പോകാൻ ഇരു കുടുംബവും തീരുമാനിക്കുന്നു. ചെറുക്കൻ നല്ലവനാണെന്ന് ജോർജ് കുട്ടി ചില സുഹൃത്തുക്കൾ വഴി ഉറപ്പുവരുത്തുന്നു. അനു കല്യാണം കഴിഞ്ഞ് 1 വർഷം ഡേറ്റ് ചെയ്യാൻ ചേച്ചിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജോർജ് കുട്ടിയും റാണിയും അത് എതിർക്കുന്നു. അതായത് കുറച്ച് മാസങ്ങൾക്കുള്ളിലെ കല്യാണം നടക്കുള്ളൂ, അപ്പോഴേക്കും അവർക്ക് തമ്മിൽ നന്നായിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് അനുവിൻ്റെ ഈ 1 വർഷത്തെ ഡേറ്റിംഗ് ഐഡിയയൊക്കെ അവർ തള്ളിക്കളയുന്നു. ചേച്ചിക്ക് വേണ്ടി അനിയത്തി ഡേറ്റിംഗ് ചോദിക്കുന്നു. ശ്രേയ വിവരങ്ങൾ വാട്സാപ്പിലൂടെ ജോർജ് കുട്ടിയെ അറിയിക്കുകയും പത്രോസിന് ജോർജ് കുട്ടിയെ അടിയന്തരമായി എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. ജോർജ് കുട്ടി പത്രോസിൻ്റെ വീട് സന്ദർശിക്കുന്നു. സഹദേവനും യാമിനിയും പത്രോസിനെ കുറിച്ച് നാട്ടുകാരോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. IG തോമസ് ബാസ്റ്റിൻ, അതായത് നമ്മുടെ മുരളി ഗോപിയുടെ കഥാപാത്രം, ഫിലിപ്പ് മാത്യുവിനോട്, നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ ഫിലിപ്പ് മാത്യു പോലീസ് കഥാപാത്രത്തോട് സോഷ്യൽ മീഡിയയിൽ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചകളും സഹദേവനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറയുന്നു. ഈ സമയത്ത് മറ്റേ ആൻ്റണി പെരുമാവിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് മറ്റേ സഹദേവൻ ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റും ബ്രോക്കറുമാണെന്നും കടുത്ത മദ്യപാനിയുമായി മാറിയിരിക്കുന്നെന്നും പണത്തിന് വേണ്ടി അവൻ എന്ത് പണിയും ചെയ്യുന്നു എന്നൊക്കെ IG ബാസ്റ്റിനോട് പറയുന്നു. ജോർജ് കുട്ടിയുടെ കുടുംബം ചെറുക്കൻ്റെ വീട് സന്ദർശിച്ച് കല്യാണം ഉറപ്പിക്കുന്നു. അവരുടെ വീട്ടിലേക്ക് 2 പേർ വന്ന് കല്യാണം മുടക്കാൻ ശ്രമിച്ചുവെന്നും അതിലൊരാൾ ജീപ്പിൽ കയറി പോകുന്ന ഫോട്ടോ അവരുടെ പിതാവ് വാട്സാപ്പിലൂടെ ജോർജ് കുട്ടിക്ക് അയക്കുന്നു. അത് രാജനായിരുന്നു. മറ്റേ ആൾ എന്തായാലും ഉറപ്പാണ്, നമ്മുടെ സഹദേവൻ തന്നെയായിരിക്കും.
ജോർജ് കുട്ടി ആ ജീപ്പിന്റെ നമ്പർ ശ്രദ്ധിക്കുന്നു. സഹദേവൻ അഞ്ജുവിന്റെ സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഭീഷണിപ്പെടുത്തി ഫയലുകൾ കൈക്കലാക്കുന്നു. ഡോക്ടർ ഉടൻ തന്നെ ജോർജ് കുട്ടിയെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ജോർജ് കുട്ടി ജോസിന്റെ സഹായത്തോടെ സഹദേവന്റെ ജീപ്പ് കണ്ടെത്തുകയും അവന്റെ വീട്ടിലെത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് യാമിനി സഹദേവന്റെ മകളാണെന്ന് ജോർജ് കുട്ടി തിരിച്ചറിയുന്നത്. തന്റെ കുടുംബത്തെ വെറുതെ വിടണമെന്ന് ജോർജ് കുട്ടി സഹദേവനോട് അപേക്ഷിക്കുന്നു. എന്നാൽ വെറും ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്നും താനിപ്പോൾ നിനക്ക് തുല്യനാണെന്നും പറഞ്ഞ് സഹദേവൻ ജോർജ് കുട്ടിയുടെ മുഖത്തേക്ക് സിഗരറ്റ് പുക തുപ്പുന്നു. ജോർജ് കുട്ടി ചെറുതായിട്ടൊന്ന് ഭയക്കുന്നുണ്ടെങ്കിലും തുടർന്ന് സഹദേവനെ ട്രാക്ക് ചെയ്യാൻ അയാൾ സുരേഷ് ബാബുവിന്റെ സഹായം തേടുന്നു. സഹദേവൻ പത്രോസിന്റെ വീട്ടിലെത്തി ശ്രേയയെ ക്രൂരമായി മർദ്ദിച്ച് വരുണിന്റെ അസ്ഥികൾ പകരം മാറ്റിവെച്ച അസ്ഥികളുടെ രഹസ്യം ഇതൊക്കെ മനസ്സിലാക്കുന്നു. പത്രോസും ശ്രേയയും വിവരം ജോർജ് കുട്ടിയെ അറിയിക്കുകയും ജോർജ് കുട്ടി ഇത് പോലീസിൽ പരാതി നൽകാൻ അറിയുകയും ചെയ്യുന്നു ശ്രേയനോട്. IG തോമസ് ബാസ്റ്റിൻ സഹദേവനെ പോലീസ് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചിരുത്തുന്നു. ശ്രേയ മർദ്ദിച്ച പരാതിയിൽ BNS 74 പ്രകാരം സഹദേവനെ ലോക്കപ്പിലാക്കാൻ ബാസ്റ്റിൻ ഫിലിപ്പ് മാത്യുവിനോട് പറയുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന ബാസ്റ്റിൻ പ്രഭാകരനെ കാണുന്നു. പ്രഭാകറാണ് സഹദേവന്റെ വീണ്ടും വിലക്കെടുത്തതെന്നും അവരെ വെച്ച് അഞ്ജുവിന്റെ കല്യാണം പ്ലാൻ ചെയ്ത് തങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നും പ്രഭാകർ വെളിപ്പെടുത്തുന്നു. സഹദേവൻ ഒരു വലിയ അപകടമാണെന്ന് ബാസ്റ്റിൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അതായത് ഒരു ലൂസ് ക്യാനൺ റോഗാണെന്നൊക്കെ സഹദേവനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഗീതയുടെ അവസ്ഥ മോശമാണെന്നും തങ്ങൾക്ക് അവരെ അതായത് പ്രഭാകരന് ഇനി ഗീതേനും കൂടി നഷ്ടപ്പെടാൻ പാടില്ല ഈ ഡിപ്രഷൻ കാരണമെന്നും പ്രഭാകർ വ്യക്തമാക്കുന്നു. ഒടുവിൽ ബാസ്റ്റിൻ അവർക്കൊപ്പം ചേരുന്നു. റിസർവ് ഫോറസ്റ്റിനടുത്ത് ജോർജ് കുട്ടി വാങ്ങി പത്രോസിന് നൽകിയ സ്ഥലത്ത് പത്രോസിന്റെ വീടിന് താഴെയാണ് വരുണിന്റെ അസ്ഥികൾ ഉള്ളതെന്ന് സഹദേവൻ പറയുന്നു. എന്നാൽ ജോർജ് കുട്ടിയുടെ പേര് രേഖകളിൽ എവിടെയും ഇല്ലായിരുന്നു. ജോർജ് കുട്ടി വളരെ മിടുക്കനാണെന്ന് ബാസ്റ്റിനെ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രഭാകർ പറയുന്നത് അവന് വെറും ഭാഗ്യം മാത്രം കൊണ്ടാണ് എല്ലാ തവണയും രക്ഷപ്പെടുന്നതെന്ന്. എന്നാൽ ബാസ്റ്റിൻ പ്രഭാകറോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. റബ്ബർ പ്രോസസ്സിംഗിനെന്ന വ്യാജേന റബ്ബർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് പലതവണയും ജോർജ് കുട്ടി വാങ്ങി 35 ലിറ്റർ ആസിഡ് ഉപയോഗിച്ച് വരുണിന്റെ ശേഷിച്ച അസ്ഥികളെല്ലാം അയാൾ ദ്രവിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും ദൈവത്തിന്റെ കയ്യൊപ്പ്, ഹാൻഡ് ഓഫ് ഗോഡ് എന്ന പോലെ എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടാകുക എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രഭാകർ. അതുകൊണ്ട് അവർ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അഞ്ജു വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് വിവാഹ നിശ്ചയ ദിവസം അവളെ ഒരു കേസിൽ കൊടുക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ബാസ്റ്റിൻ ഒരു നിബന്ധന വെക്കുന്നു. തൻ്റെ ഒരാൾ എപ്പോഴും ഇവരുടെ ടീമിൽ ഉണ്ടാവണമെന്ന്. അവർ തെളിവുകൾ ശേഖരിച്ച് കോടതി വഴി കേസ് റീഓപ്പൺ ചെയ്യാൻ അപേക്ഷ നൽകുന്നു. ജോർജ് കുട്ടിയുടെ കൺമുന്നിൽ വെച്ച് വിവാഹ നിശ്ചയം നടക്കുന്നു. പോലീസുകാർ തന്നെ പിന്തുടരുന്നത് ജോർജ് കുട്ടി കാണുന്നുണ്ട്. കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ അവർ എറണാകുളത്തെ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകാൻ തീരുമാനിക്കുന്നു. പോലീസ് അസ്ഥികൾ മാറ്റി സ്ഥാപിച്ച ആൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്തി ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു DNA ചെക്കിങ്ങിന് വേണ്ടി. അവരുടെ താല്പര്യപ്രകാരം മിസ്റ്റി മൗണ്ടൻ എന്ന റിസോർട്ടിലേക്ക് 2 ആഴ്ചത്തെ ഹണിമൂൺ യാത്ര അനു പ്ലാൻ ചെയ്യുന്നു ചേച്ചിക്ക് വേണ്ടി. റാണി എതിർത്തെങ്കിലും ജോർജ് കുട്ടി അതിന് സമ്മതം നൽകുന്നു. സുരേഷ് ബാബു ഹൈ റിസ്ക് ആയതുകൊണ്ട് സഹദേവന്റെ ഫോൺ ടാപ്പിംഗ് സാധ്യമല്ലെന്ന് ജോർജ് കുട്ടിയെ അറിയിക്കുന്നു. പോലീസും സഹദേവനും ഒത്തു കളിക്കുകയാണെന്ന് ജോർജ് കുട്ടി സംശയിക്കുന്നു. ജോർജ് കുട്ടി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. കോടതിയിൽ വലിയൊരു വാദപ്രതിവാദം നടക്കുന്നു. അഡ്വക്കേറ്റ് രേണുക ജഡ്ജിയോട് വരെ സംസാരിച്ച് പോലീസിന്റെ നിരന്തരമായ പീഡനങ്ങളെക്കുറിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. പോലീസ് അഞ്ജുവിന്റെ സൈക്യാട്രിക് റിപ്പോർട്ട് ഹാജരാക്കി അവളോടുള്ള ജീവിതം അവരുടെ ജീവന് ഭീഷണിയാണെന്ന് വരെ വാദിക്കുന്നു. എങ്കിലും കോടതി വിവാഹവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുകയും താൽക്കാലികമായി അറസ്റ്റ് തടയുകയും ചെയ്യുന്നു. ഇവിടെ പ്രഭാകറിന്റെ യഥാർത്ഥ ഗണി വെളിപ്പെടുത്തുന്നത്. ബ്രോക്കർ മത്തായി പ്രഭാകറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. തകർച്ചയിലായ അവരെ സാമ്പത്തികമായി സഹായിച്ച് പ്രഭാകർ വിലക്കെടുക്കുകയായിരുന്നു. 3-4 ബ്രോക്കർമാരെ വെച്ചാണ് ഈ ആലോചന ജോർജ് കുട്ടിയുടെ അടുത്ത് എത്തിക്കുന്നത്. മിസ്റ്റി മൗണ്ടൻ റിസോർട്ട് കണ്ടെത്തിയതും അവരുടെ വഴി ഈ ഹണിമൂൺ പ്ലാൻ കുട്ടികളുടെ അതായത് അനുവിൻ്റെയും അഞ്ജുവിൻ്റെയും മനസ്സിലേക്ക് ഇട്ടുകൊടുത്തതും പ്രഭാകറിന്റെ ഐഡിയ ആയിരുന്നു. ഹണിമൂണിന്റെ ആദ്യ രാത്രിയിൽ അവരെ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് അഞ്ജുവിനെ ആ കൊലപാതക കേസിൽ കൊടുക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. പ്രഭാകറിന്റെ പ്ലാൻ ഇതായിരുന്നു. റിസോർട്ടിൽ വെച്ച് അവര അഞ്ജുവിന് ഒരു മയക്കുമരുന്ന് നൽകി മയക്കുന്നു. അവൾ ഉറങ്ങിയ ശേഷം സഹദേവൻ അവിടെ വ്യാജ കൊലപാതക അന്തരീക്ഷം സൃഷ്ടിച്ച് ശേഷം ജോർജ് കുട്ടിയെ വീഡിയോ കോൾ ചെയ്ത് റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. സഹദേവൻ അവർക്ക് മരുന്ന് നൽകി അവിടെ നിന്ന് മാറ്റുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അതായത് സഹദേവനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം ബോധം വരാനുള്ള മരുന്നും സഹദേവൻ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് അതിനുശേഷം അവരെയും സഹദേവനും അവിടെ കോട്ടേജിൽ നിന്ന് പോകുന്നു. അഞ്ജു ഉണരുമ്പോൾ കയ്യിൽ കത്തിയും ശരീരമാകെ ചോരയുമായി നിൽക്കുന്ന അവസ്ഥയിലാകുന്നു. ജോർജ് കുട്ടി റിസോർട്ടിൽ എത്തുമ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന അഞ്ജുവിനെയാണ്. തൊട്ടു പിന്നാലെ പോലീസ് എത്തുന്നു. ചരിത്രം ആവർത്തിച്ചുവെന്നും അഞ്ജു രണ്ടാമതൊരു കൊലപാതകം കൂടി ചെയ്തുവെന്നും പ്രഭാകർ പോലീസിനെ വിശ്വസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അവരെ പുതിയ വ്യാജ ഐഡിയിൽ രാമേശ്വരം വഴി ശ്രീലങ്കയിലേക്കും അവിടെ നിന്ന് ടുണീഷ്യയിലേക്കും കടത്താനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സഹദേവൻ അവരെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അഞ്ജു ഉണരുമ്പോൾ സഹദേവൻ അവളെ ഉപദ്രവിച്ചെന്ന് ബാസ്റ്റിൻ പ്രഭാകറിനെ അറിയിക്കുന്നു. ജോർജ് കുട്ടി റിസോർട്ടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി സഹദേവൻ തന്റെ മകളെ ഉപദ്രവിച്ചെന്ന് പോലീസിനോട് പറയുന്നു. സഹദേവൻ തങ്ങളുടെ പ്ലാൻ തെറ്റിച്ചേക്കാമെന്നും പ്രതികാരത്തിനായി അവരെ കൊന്ന് ജോർജ് കുട്ടിയുടെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ജോർജ് കുട്ടിയെ കൊടുക്കാൻ നോക്കുകയാണെന്നും ബാസ്റ്റിൻ പ്രഭാകറിനോട് പറയുന്നു. മുൻപ് അവരെ കൊല്ലുന്നതിന് പ്രഭാകർ എതിർത്തിരുന്നു. ഈ ഒരു സംഭാഷണം പ്രഭാകർ ഈ സമയത്ത് ഓർക്കുന്നു.
അപ്പോൾ അയാൾക്കും തോന്നും ശരിയാണ്, ചിലപ്പോൾ സഹദേവൻ അവരെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അവർ സഹദേവൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ജോർജ് കുട്ടിയായിരുന്നു. വഴി മധ്യേ തന്നെ ഈ കെണി തിരിച്ചറിഞ്ഞ ജോർജ് കുട്ടി, അതായത് റിസോർട്ടിലോട്ട് പോകുന്ന വഴി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കെണി ജോർജ് കുട്ടിക്ക് മനസ്സിലാവുന്നു. പഴയ ചില സിനിമകളിൽ പുള്ളി റീക്യാപ്പ് ചെയ്ത് നോക്കുമ്പോൾ പുള്ളിക്കൊരു ഓർമ്മ വരുന്നു. പഴയ 3-4 സിനിമ ഇങ്ങനത്തെ കുറ്റാന്വേഷണ സിനിമയിലെ സീനുകൾ പുള്ളിക്ക് ഓർമ്മ വരുന്നു. അതായത് ഈ പ്ലാന്റഡ് എവിഡൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കി അതുവഴി ട്രാപ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ജോർജ് കുട്ടിക്ക് ഇങ്ങനെ സിനിമയിലൂടെ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നു. പല സിനിമകളിലും ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നു. അപ്പോൾ ഈ കണി തിരിച്ചറിഞ്ഞ ജോർജ് കുട്ടി അവരെ പിന്തുടരാൻ ജോസിനോട് മറ്റേ സഹദേവനെ പിന്തുടരാൻ ജോസിനോട് ആവശ്യപ്പെടുന്നു. സഹദേവൻ വീട്ടിലെത്തിയപ്പോൾ ജോസ് ജീപ്പിൻ്റെ ഹോൺ അടിച്ച് അവനെ പുറത്തേക്ക് വരുത്തുകയും ജോർജ് കുട്ടി സഹദേവനെ കത്തിയ ഇരുമ്പുവടി ഉപയോഗിച്ച് തല്ലിച്ചതക്കുകയും ചെയ്യുന്നു. ജോസിൻ്റെ മൊബൈൽ ക്യാമറയിൽ സഹദേവൻ്റെ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്യുമ്പോൾ അവര പുറകിലൂടെ ടെറസ് വഴി രക്ഷപ്പെടുന്നു. യഥാർത്ഥത്തിൽ സഹദേവൻ്റെ പ്ലാൻ അവരെ കൊന്ന് ജോർജ് കുട്ടിയുടെ പറമ്പിൽ താൻ ആദ്യം വെട്ടിയിട്ട് ആ കുഴിയിൽ ഇടുക എന്നതായിരുന്നു. കൂടാതെ ജോർജ് കുട്ടി ആ കുഴി വീണ്ടും പരിശോധിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് അയാളെ കൊടുക്കുക എന്നത് തന്നെയായിരുന്നു സഹദേവൻ്റെ ലക്ഷ്യം. അതിനായി സഹദേവൻ മുൻകൂട്ടി കുഴി വെട്ടിയിരുന്നത്. എന്നാൽ തൻ്റെ പറമ്പിൽ കള്ളന്മാരുണ്ടോ എന്ന് പരിശോധിക്കാൻ ജോർജ് കുട്ടി റാണിയുടെ ബന്ധുവായ രാജേഷിനോട് ഈ സമയം ആവശ്യപ്പെട്ടിരുന്നു. വരുന്ന വഴി വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സഹദേവന് അവരെ കൊന്ന് ജോർജ് കുട്ടിയുടെ പറമ്പിൽ ഇടാൻ അപ്പോൾ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് സഹദേവൻ തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് വന്നത്. തൻ്റെ പക്കൽ എല്ലാ തെളിവുകളും ഉണ്ടെന്നും കോടതിയിൽ കാണാമെന്നും ജോർജ് കുട്ടി ബാസ്റ്റിനോടും പ്രഭാകരനോടും പറയുന്നു. പ്രഭാകർ ജോർജ് കുട്ടിയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ജോർജ് കുട്ടി കുലുങ്ങുന്നില്ല. ജോർജ് കുട്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അഞ്ജു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഈ പ്രതികാര പരമ്പരയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ, ഒരു അന്ത്യം കാണാൻ, ഒരവസാനം കാണാൻ താൻ കീഴടങ്ങാൻ പോവുകയാണെന്ന് ജോർജ് കുട്ടി റാണിയോടും മക്കളോടും പറയുന്നു. മുൻപ് കീഴടങ്ങാതിരുന്നത് അവർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായിരുന്നു എന്നും ഇപ്പോൾ അവർ മാനസികമായി പക്വത പ്രാപിച്ചെന്നും ഇതൊക്കെ താങ്ങാൻ ശേഷിയുണ്ടെന്ന് ജോർജ് കുട്ടി റാണിയോടും മക്കളോടും പറയുന്നു. വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ തെളിവുകൾ നൽകാമെന്നും പകരം തനിക്ക് പരമാവധി 5 വർഷത്തെ ശിക്ഷ മാത്രം നൽകാൻ പാടുള്ളൂവെന്നും അഡ്വക്കേറ്റ് രേണുക വഴി ജോർജ് കുട്ടി IG-യോട് ചാർജ് ഷീറ്റിലൂടെ വ്യവസ്ഥ വെക്കുന്നു. പ്രഭാകർ മനസ്സോടെ ഇത് സമ്മതിച്ചുവെന്ന് IG അറിയിക്കുന്നു. എന്നാൽ പ്രഭാകർ വരുന്നു, അതായത് ഈ റൂമിലോട്ട്, അതായത് ജോർജ് കുട്ടിയും അഡ്വക്കേറ്റും ഇറങ്ങാൻ പോകുമ്പോഴേക്കും പ്രഭാകർ റൂമിലോട്ട് വരുന്നു, IG-യുടെ റൂമിലോട്ട് വരുന്നു. ഇത് താൻ ദാനമായിട്ട് സ്വീകരിക്കില്ലെന്നും വെറും ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞ് ജോർജ് കുട്ടിയെ വീണ്ടും പരിഹസിക്കുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിന് നേരെ ഇനി വന്നാൽ പ്രഭാകരനെ കൊല്ലുമെന്ന് ജോർജ് കുട്ടി ഭീഷണിപ്പെടുത്തുന്നു. ഇതേസമയം അവര രാമേശ്വരത്ത് നിന്നും പ്രഭാകരനെ വിളിച്ച് താൻ സഹദേവൻ്റെ വീട്ടിൽ നിന്നും ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. സഹദേവൻ്റെ ഈ ക്രൂരമായ പ്ലാൻ താൻ അറിഞ്ഞില്ലെന്ന് പ്രഭാകർ അവരോട് വ്യക്തമാക്കുന്നു. അഡ്വക്കേറ്റ് രേണുക ജോർജ് കുട്ടിയോട് അവസാനമായി ഇത് വേണോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ജോർജ് കുട്ടി പറയുന്ന മറുപടി ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ്. തനിക്ക് സഹദേവനെ പ്രഭാകരനെ അവരെ ഒന്നുമല്ല ഭയമെന്നും താൻ സ്വയം എന്താണ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പേടിയെന്ന്, അതായത് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും പേടിയെന്ന് ജോർജ് കുട്ടി വെളിപ്പെടുത്തുന്നത്. ഈ സമയത്താണ് സഹദേവൻ്റെ ക്രൂരതയുടെ ഇരയായ അഞ്ജു എന്ന് വരുത്തി തീർക്കാൻ ജോർജ് കുട്ടി സ്വന്തം കൈകൊണ്ട് തൻ്റെ മകളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. അതായത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജോർജ് കുട്ടി തന്നെയാണ് അഞ്ജുവിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. കൈകാലം മുറിച്ച് നടു ഒക്കെ ഒടിച്ചത് നടുവും കാലമൊക്കെ ഒടിച്ചത് ജോർജ് കുട്ടി തന്നെയാണ് ഈ കേസിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി. കുടുംബത്തെ രക്ഷിക്കാൻ അഞ്ജു അതിന് സമ്മതിച്ചിരുന്നു. അച്ഛനും മാപ്പ് തരണം എന്ന് പറഞ്ഞൊക്കെയാണ് ജോർജ് കുട്ടി അഞ്ജുവിനെ ഉപദ്രവിക്കുന്നത്. വേറൊരു നിവൃത്തിയില്ലാത്ത കാരണം സഹദേവനാണ് തന്നെ ഉപദ്രവിച്ചെന്ന് അഞ്ജു പോലീസിന് മൊഴി നൽകുന്നു. എന്നാൽ അവരെ ഫോണിലൂടെ പ്രഭാകരനോട് ചോദിക്കുന്നത് സഹദേവൻ അഞ്ജുവിനെ തൊട്ടിട്ട് പോലെയല്ലെന്നും താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും പിന്നെ എന്തിനാണ് അവർ കള്ളം പറയുന്നതെന്ന്. അതായത് ഈ എവിഡൻസ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ സഹദേവൻ്റെ അഞ്ജുവിൻ്റെ കൂടെ ഒക്കെ ആ റൂമിലുണ്ട് അഞ്ജുവിന് ബോധമില്ലാത്ത സമയത്ത്. അപ്പോൾ അവിടെ എങ്ങും സഹദേവൻ അവളെ ഉപദ്രവിച്ചിട്ടുള്ള അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കോട്ടേജിൽ നിന്ന് റിസോർട്ടിൽ നിന്നും പോയതും തിരിച്ചു. ജോർജ് കുട്ടി ബാസ്റ്റിൻ്റെയും പ്രഭാകരൻ്റെയും മുന്നിലൂടെ തിരിച്ച് നടന്നു പോകുമ്പോൾ ബാസ്റ്റിൻ പ്രഭാകരോട് പറയുന്നു, പ്രഭാകർ നിങ്ങളുടെ 2 വർഷത്തെ പ്ലാനാണ് അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അഞ്ജുവിനെ ഒരു ഇരയാക്കി മാറ്റി തകർത്ത് കളഞ്ഞത്. അവനെ വെറും ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് കളയരുത്. സ്വന്തം മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവനാണ് ജോർജ് കുട്ടി. അവനെ എപ്പോഴും നമ്മളെക്കാൾ ഒരുപടി മുന്നിലായിരിക്കും. അയാൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇത് ഇവിടം കൊണ്ട് തീരട്ടെ എന്ന് ബാസ്റ്റിൻ പറയുന്നു. ലെറ്റ് ദിസ് എൻഡ് എന്ന് പറയുന്നുണ്ട്. ജോർജ് കുട്ടി നടന്നു പോകുമ്പോൾ ദൃശ്യം 1 ക്ലൈമാക്സിലെ പോലെ കണ്ണുകൾ അടയ്ക്കുകയും കണ്ണിൽ നിന്നും ഒരു കണ്ണുനീര് വരികയും ചെയ്യുന്നു. അവിടെ ആണ് സിനിമ അവസാനിക്കുന്നത്. ടൈറ്റിൽസും ഡയറക്ടർ ബൈ ജിത്തു ജോസഫും ഒക്കെ കാണിക്കുന്നത്. എന്നാൽ മിഡ് ക്രെഡിറ്റ് സീനിൽ വിദേശത്ത് ഇരുന്ന് പ്രഭാകരൻ ഗീതയുടെയും ജോർജ് കുട്ടിയുടെ കീഴടങ്ങൽ വാർത്ത ടി വിയിൽ കാണുന്നു. ഗീതയുടെ മുഖത്ത് ഒരു ചെറിയൊരു പുഞ്ചിരി ഉണ്ട്. അപ്പോൾ പ്രഭാകർ ചോദിക്കുന്നു, ആർ യു ഹാപ്പി നോ? ഇപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കുന്നു. അതിന് ഗീത നൽകുന്ന മറുപടി ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എനിക്ക് അവളെ വേണം. അതായത് ജോർജ് കുട്ടി ജയിലിൽ പോയാലും തങ്ങളുടെ മകൻ്റെ മരണത്തിന് കാരണക്കാരിയായ അഞ്ജുവിനെ ജയിലിൽ അടയ്ക്കുന്നത് വരെ ഈ പ്രതികാര പരമ്പര അവസാനിക്കില്ല എന്ന വലിയൊരു ഷോക്കിംഗ് എൻഡിങ്ങിലാണ് ദൃശ്യം 3 ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ദൃശ്യം 4ലോട്ടുള്ളൊരു സൂചനയാണ് ഈ സിനിമ
തീരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യം 4 ഈ കഥയുടെ ബാക്കി കാണാൻ സാധിക്കും.